ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് ശിവരാത്രി ആയത് കാരണം ഡോളിയൊക്കെ നാത്തൂന് ഞങ്ങളെ വിളിച്ചായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. കൃഷ്ണമോളെ വീഡിയോ എടുക്കുന്ന കാരണം ചിരിച്ചുകൊണ്ട് എന്നെ നോക്കുന്നുണ്ട്. പിന്നെ സൈമണ്ണൻ അതേപോലെ ഗൗരവത്തിൽ തന്നെ ഇരുന്ന് ഓടിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ ഒരു തിയേറ്റർ ഉണ്ടല്ലോ, സിനി പ്ലസ്, അതാണ് ആ തിയേറ്ററാണിത്. പിന്നെ തിയേറ്ററെല്ലാം കഴിഞ്ഞ് കുറച്ചും ഇങ്ങനെ മുന്നോട്ട് ചെന്ന് പിന്നെ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡ് എപ്പോഴും ഒന്ന് വീഡിയോ എടുക്കണമെന്ന് എപ്പോഴും ഓർക്കുന്നതാണ്. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡ്, ഹരിപ്പാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, നമ്മുടെ വെഡ്ലാൻഡിൻ്റെ സൈഡിൽ കൂടെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ വെഡ്ലാൻഡ്. ഈ റോഡ് അകത്തോട്ട് കയറണം വെഡ്ലാൻഡിലോട്ട് പോകാനായിട്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കവല സ്കൂള്, നമ്മുടെ കവല ഗവൺമെൻറ് സ്കൂളുണ്ടല്ലോ, യു പി സ്കൂളാണ് ഇത്, നങ്ങയാർകുളങ്ങര യു പി സ്കൂള്. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിള്. ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിള്. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് ചെന്നിട്ട് വളവ് തിരിഞ്ഞ് മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് എൻ്റെ വീട്, മുട്ടം. നമ്മുടെ വീട് ഇനി ഒരു ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇത് ഫുവി ഓഡിറ്റോറിയം കഴിഞ്ഞ് കുറച്ചുകൂടെ ചെല്ലുമ്പോഴത്തേക്ക് കാഞ്ഞൂരമ്പലം. ഇതാണ് കാഞ്ഞൂരമ്പലം, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ കാഞ്ഞൂരമ്പലം. ഇത് കാഞ്ഞൂരമ്പലമാണ്. കാഞ്ഞൂരമ്പലവും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മുടെ ചേപ്പാട് സ്കൂളാണിത്. ചേപ്പാട് യു പി സ്കൂളും പിന്നെ ഹയർ സെക്കൻഡറി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചേപ്പാട് പള്ളിയാണിത്. ചേപ്പാട് പള്ളി കഴിയുമ്പോൾ ചേപ്പാട് പള്ളിയിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് കല്ലറ കണ്ടോ, അവിടെയാണ് ഞങ്ങളുടെ റോസമ്മ ടീച്ചറിനെ അടക്കിയിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. ഇത് റോസമ്മ ടീച്ചറിനെ അടക്കിയത്, ഇത് അവർക്ക് കുടുംബ കല്ലറ ഉണ്ടായിരുന്നു, അതിനകത്തിലായിരുന്നു പണ്ട് അടക്കിയത്. പിന്നെ അവിടുന്ന് ഞങ്ങളിങ്ങനെ പോയി, ചേപ്പാടെല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ഞാൻ വീഡിയോ എടുത്തത് കാരണം എന്ന് വെച്ചാൽ റോഡ് പണി കാരണം ഇവിടെ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് എല്ലായിടും അങ്ങ് റോഡ് പണിയാണ്. അപ്പം സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണമെന്ന് ഓർത്താണ് അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തത്. പിന്നെ അവിടുന്ന് കണ്ട ഇതെല്ലാം അങ്ങനെ ഒന്ന് എടുത്തന്നേ ഉള്ളൂ. പിന്നെ രാമപുരത്ത് അമ്പലമാണിത്. രാമപുരത്തമ്പലം ഇത് കണ്ട രാമപുരത്തമ്പലം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ഇങ്ങനെ നമ്മൾ വരുവാണ്. അപ്പോൾ റോഡ് പണി കാരണം പിന്നെ ഞാൻ അവിടെയൊക്കെ അങ്ങ് വീഡിയോ എടുത്ത് പിന്നെ നമ്മളിങ്ങനെ, പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സൈമണ്ണൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇനി റോഡ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കറങ്ങിപ്പോണമെന്നൊക്കെ പറഞ്ഞു. നമുക്കതിനെപ്പറ്റി അറിയാൻ വയ്യാത്തതുകൊണ്ട്. ഇത് താജ് ഓഡിറ്റോറിയം, പണ്ട് എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്ന അവിടെയാണ്. അന്ന് തേജസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇത് നമ്മുടെ എൽമിക്സിൻ്റെ ഹോസ്പിറ്റലാണ്, എൽമിക്സ് ഹോസ്പിറ്റല്. അത് നമ്മുടെ കരലക്കുളങ്ങരയിൽ തന്നെയാണ് എൽമിക്സ് ഹോസ്പിറ്റല്. അടുക്കാറായി, നാത്തൂൻ്റെ വീട് അടുക്കാറായിട്ടുണ്ട്. ഇതാണ് നാത്തൂൻ്റെ വീട്ടിലോട്ട് തിരിയുന്ന റോഡാണ്. പണ്ടൊരു മിൽമ ഇതുണ്ടായിരുന്നു, മിൽമയുടെ സൊസൈറ്റി ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പിന്നെ അവിടുന്ന് ഇങ്ങനെ കുറേ പാസ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ റോഡ് സൈഡെല്ലാം ഞാൻ ഓർത്ത് അങ്ങ് കവർ ചെയ്തെടുക്കാമെന്ന്. കാരണം എൻ്റെ കുഞ്ഞമ്മയുടെ മോടെ വീട് ഈ വരുന്ന വഴിയുണ്ട്. അപ്പോൾ അവിടെ വീടുകൂടെ ഒന്ന് നമുക്ക് ഇതിനകത്ത് കാണിക്കാമെന്നോർത്താണ് ഞാനിങ്ങനെ കവർ ചെയ്ത് എടുത്ത് വരുന്നതാണ്. പിന്നെ തേരൊന്നും ഇപ്പോഴേ വിടാൻ തുടങ്ങിയില്ല. കാരണം എന്ന് വെച്ചാൽ ഉച്ച തിരിഞ്ഞ് തേരൊക്കെ ഇറക്കത്തുള്ളൂ. ഞങ്ങൾ ഒരു ഇപ്പോൾ 12-12:30 ആയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വീടൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ മോടെ വീട് അടുക്കാറായിട്ടുണ്ട്. ഈ വഴിയിൽ പോയാൽ എൻ്റെ അമ്മയുടെ കുടുംബ വീട് ഈ വഴി പോയാലും പറ്റും. ഞങ്ങൾ അങ്ങനെ കറങ്ങി പണ്ട് അമ്പലത്തിൽ പോകാൻ നേരത്ത് അതുവഴിയൊക്കെ പോകുമായിരുന്നു. പിന്നെ ഇങ്ങനെ പോയി ഇതൊരു തറവാട് വീടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ മോടെ വീടാണ്. അവിടെ സരിതയുണ്ട്, പിന്നെ സരിതയുടെ ഹസ്ബൻഡുണ്ട്. അവരിങ്ങനെ ഐസ് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒരു ഐസുകാരൻ ഐസ് വാങ്ങിക്കാനായിട്ട് തയ്യാറെടുത്ത് നിന്ന് രഞ്ജിത്ത് ഇങ്ങനെ ഐസ് വാങ്ങിക്കുന്നു. പിന്നെ ഞങ്ങളവിടെ നിർത്തി, ഇച്ചിരി നേരം നിർത്തിയിട്ട് അണ്ണാക്ക് വെച്ചിടുമോ ഐസ് ആടുമോയെന്ന് പറഞ്ഞ് അണ്ണാക്ക് വെച്ച് പിന്നെ രഞ്ജിത്ത് അവിടെ നിന്നുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്തുവാ ഇവർ
പറയുന്നതെന്നൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോയി. പക്ഷേ ശരിക്കും വ്യക്തമായില്ല, അവരുടെ ആ രഞ്ജിത്തിനെ ഒന്നും വ്യക്തമായില്ല. പിന്നെ ഇത് എൻ്റെ കുഞ്ഞമ്മയുടെ വീടാണ്, ലതിയമ്മ കുഞ്ഞമ്മയുടെ വീട്. പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഡോളിയക്കയുടെ വീട്. അങ്ങനെ ഡോളിയക്കയുടെ വീട് എത്തിയിട്ടുണ്ട്. ഡോളിയക്കയുടെ വീടെത്തി. അക്കയ്ക്ക് കുറേ കൃഷികളും ചെടികളും ഒക്കെ ഉണ്ട്. അതാണ് ചെടികളൊക്കെയാണ് അക്കയുടേത്. പിന്നെ അക്കയുടെ വീട്ടിലോട്ട് കയറുകയാണ്. സൈമണ്ണൻ കയറി. പിന്നെ കൃഷ്ണ ഇങ്ങനെ കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അങ്ങനെ അക്കയുടെ വീട് ടൈലൊക്കെ ഇട്ടില്ലായിരുന്നു. നേരത്തെ മറ്റേ ഉണ്ടല്ലോ, എന്താ ഇങ്ങനെ കുത്തുള്ള, അതിൻ്റെ പേരും ഞാൻ മറന്നുപോയി. അപ്പോൾ അതായിരുന്നു, അത് മാറ്റിയിട്ട് ടൈലിട്ട്. അപ്പം അഞ്ജലിയൊക്കെ ഊണ് കഴിക്കുന്ന ഇതാണ് നാത്തൂന്. അഞ്ജലിയൊക്കെ ഊണ് കഴിക്കുന്നു. എന്താണ്ട് ബിരിയാണിയാണ്. ഇതാണ് നന്ദുമോനും തകൃതിയായ ഊണ് കഴിപ്പാണ് നടക്കുന്നത്. സൈമണ്ണൻ പിന്നെ അവിടുത്തെ എല്ലാം കുറേ വർക്ക് ചെയ്തായിരുന്നു. അവിടെ വർക്ക് ചെയ്ത് ചന്ദ്രനാണ്. പിന്നെ ഡോളിയക്ക, ഇത് ഡോളിയക്ക. അപ്പോൾ ഡോളിയക്ക ഇവിടെ കക്കൂസൊക്കെ പുതിയതായിട്ട് പണിഞ്ഞായിരുന്നു. അപ്പോൾ കക്കൂസൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചടി ഇത് പണിഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാം ഒന്ന് നോക്കി അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ അക്ക എന്നെ കളിയാക്കിയിടി, കക്കൂസിൻ്റെ ആണോ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു കുറേ കളിയാക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അക്കയുടെ കുറേ നമ്മുടെ വീടിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത്, പിന്നെ അക്കയുടെ ഷോക്കേസൊക്കെ ഒന്ന് എടുത്ത്. പിന്നെ ഞങ്ങൾ അക്ക ഇത് വാട്ടർ ഫിൽറ്റർ വെച്ചായിരുന്നു. അപ്പോൾ ആ ഫിൽറ്റർ ഒന്ന് എടുത്ത്. പിന്നെ ഞങ്ങൾ വെളിയിലൊക്കെ ഒന്ന് പോയി. അക്കയ്ക്ക് കുറച്ച് കൃഷികളൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മുടെ ചീരകൃഷി, കുറേ നമ്മുടെ ചേന, അങ്ങനെയൊക്കെ അക്കയ്ക്ക് കുറേ വസ്തുണ്ട്. ഈ കണ്ടോ ആ ബോർഡർ കണ്ടോ, ആ ബോർഡർ ഫുള്ള് അങ്ങ് ഉള്ളിലോട്ട് അങ്ങനത്തെ വീടുണ്ടല്ലോ, അവിടെ വരെയൊക്കെ അക്കയുടെ വസ്തു തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാം അങ്ങ് ചന്ദ്രാണൻ, ഈ അയ്യം മൊത്തം കിളച്ചിടുന്നത് അക്കയുടെ ഭർത്താവ് ചന്ദ്രാണൻ തന്നെയാണ്. അണ്ണന് ഇങ്ങനെ ചുമ്മാതിരിക്കത്തില്ല, എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കും. പരിസരമൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. കണ്ട അവിടെ എല്ലാം കൃഷി ചെയ്യുന്നത് മൊത്തം ചന്ദ്രാണനാണ്. പിന്നെ ബിരിയാണി ആയിരുന്നു. ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ്. പിന്നെ ഇറച്ചി, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു, കച്ചമ്പർ, പപ്പടം. അങ്ങനെ ഞാനിത് തിന്ന് കഴിഞ്ഞാണ് ഇത് വീഡിയോ എടുത്തത്. പിന്നെ ഇത് ഐസ്ക്രീമാണ്, നല്ല സൂപ്പർ ഐസ്ക്രീമായിരുന്നു, റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അപ്പോൾ കണ്ണിമാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അക്ക എനിക്ക് കണ്ണിമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പം അക്കയ്ക്ക് വേറൊരു വീട് കൂടെ ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ കണ്ണിമാങ്ങ ഉണ്ട്, അവിടെ പോയി അക്ക പെറുക്കിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ പറഞ്ഞെങ്കിൽ പോയി ഞങ്ങൾ പെറുക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു കിറ്റുമായിട്ടൊക്കെ പോവുകയാണ്. ഇത് അക്കയുടെ തന്നെ ഒരു ബന്ധുവാണ്, അവരുടെ ചന്ദ്രാണൻ്റെ ചേട്ടൻ്റെയൊക്കെ വീടാണിത്. ചേട്ടൻ്റെയൊക്കെ വീട്. അവിടുത്തെ അണ്ണനാണെങ്കിൽ നിന്ന് പടക്കം, അമ്പലത്തിലേക്ക് പടക്കമുണ്ട്. പടക്കത്തിന് നമ്മുടെ ഇത് എനിക്ക് തോന്നുന്നു ഇത് വരുന്നതിന്, നമ്മുടെ ദേവിയൊക്കെ വരുന്നതിന് പടക്കം അവർ കെട്ടുകയാണ് അവിടെ നിന്നുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങളിങ്ങോട്ട് വന്ന്. പിന്നെ അതെ, നമ്മുടെ ഇത് രാജേഷ്, എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ്. രാജേഷ് എവിടെ പോകുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ്. ഇതും ചന്ദ്രാണൻ്റെ ചേട്ടൻ്റെ വീടാണ്. പിന്നെ ഇതിൻ്റെ പുറവിലാണ് അക്കയ്ക്കൊരു വീട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വീട്. അത് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. അവിടെ വാടകക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചന്ദ്രാണൻ്റെ ചേട്ടൻ്റെ ഭാര്യയും മോളുമായിരുന്നു അവിടെ നിന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് പിന്നെ അവിടെ എത്തി. ഡോളിയക്കയുടെ മറ്റേ വീട്ടിലെത്തി. അവിടെ വാടകക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോൾ വലിയ കാര്യമായിരുന്നു അവിടുത്തെ അക്കയ്ക്കൊക്കെ. പിന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ മോളെ പെറുക്കി വെച്ചേനുവെന്ന് പറഞ്ഞു. കുറേ നമ്മുടെ മാങ്ങ പൊഴിഞ്ഞ് വീഴുന്നത് കാരണം അതെല്ലാം പെറുക്കിയെടുത്ത് ഞങ്ങൾ കിറ്റിനകത്തിലിട്ട് ആദിമോനും എല്ലാം ഓടി നടന്ന് പെറുക്കി. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പിന്നെ അക്കയോടൊക്കെ യാത്ര പറഞ്ഞു. പിന്നെ അക്കയുടെ ഇത് ചെടികളൊന്നുകൂടെ, അക്കയ്ക്ക് 2 തരം നമ്മുടെ ഇതുണ്ടല്ലോ, ആ പൂക്കളുണ്ട്. എൻ്റെ പേര് മറന്നുപോയി, അത് ഞാൻ വരുന്നു എൻ്റെ പേര്, വാടാമുല്ലച്ചെടി. വാടാമുല്ലപ്പൂവ് അത് അക്കയുടെ വീട്ടിൽ 2 കളറിലുണ്ട്, വെള്ളയുണ്ട് പിന്നെ മറ്റേ ആ ഇത് കളറും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വാടാമുല്ലപ്പൂവിൻ്റെ 2 കളർ അക്കയുടെ വീട്ടിലുണ്ട്, വെള്ളയും പിങ്ക് കളറും ഉണ്ട്.
പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മെയിൻ റോഡിലോട്ട് പോകുന്ന വഴിയിൽ കെട്ടുകാഴ്ച കാരണം ഒരു മോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ചേട്ടാ വളവ് തിരിഞ്ഞു പോയാൽ മെയിൻ റോഡിലെത്തുമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ വളവ് തിരിഞ്ഞ് അതുവഴി നമ്മുടെ കാട്ടിൽ മാർക്കറ്റിലോട്ട് വരാനായിട്ട് വളവ് തിരിഞ്ഞ് പോന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ചേപ്പാട്, ആ ചേപ്പാട് റോഡിൽ വന്ന് ചേപ്പാട് റോഡിൽ വരുന്നതിന് മുന്നേ ഒരു റോഡിൽ വന്ന് കയറിയിട്ടാണ് നമ്മൾ ചേപ്പാട് റോഡിലോട്ട് വന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ നമ്മുടെ കവല നങ്ങിയാർകുളങ്ങര ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഭാഗത്താണ് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ. ഇതുവഴി ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതെല്ലാം പാസ് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തണ്ണിമത്തങ്ങ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇക്കയുടെ കടയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് തിരക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ് കെട്ടുകാഴ്ച പോകുന്നതിന് കറണ്ട് ഇല്ലാത്ത കാരണം ജ്യൂസൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങൾ വന്ന് താമല്ലാക്കൽ ഒരു ചായക്കട നിർത്തി ചായ കുടിക്കാമെന്ന് കരുതി. പക്ഷെ നല്ല ചായയായിരുന്നു. റോഡ് സൈഡിൽ ഒരു ചായക്കടയായിരുന്നു. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് ടേബിൾ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ നല്ല ഒരു ഇതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല രീതിയിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.